കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സമൂഹ മാധ്യമങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു ന്യൂസാണ് മലപ്പുറം ജില്ലയിലെ ആമിന എന്നൊരു ഉമ്മയുടെ മരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. മയക്കുമരുന്നിന്റെയും ലഹരിയുടെയും പിന്നാലെ പോയി സ്വന്തം ഉമ്മയെ വരെ കഴുത്തറുത്തു കൊല്ലുന്ന ഈ ഒരു കാലഘട്ടത്താണ് നമ്മൾ ഓരോരുത്തരും ഇപ്പോൾ നിലനിൽക്കുന്നത് പോലും. എന്നാൽ ഈ ഒരു മരണം ഈ ഒരു കാലഘട്ടത്തിനോട് വലിയൊരു പാഠം തന്നെയാണ് പഠിപ്പിക്കുന്നത്. നമുക്ക് എന്താണെന്ന് അതൊന്ന് വിശദീകരിക്കാം. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു മലപ്പുറം ജില്ലയിലെ ആമിന എന്ന ഉമ്മയുടെ മരണം സംഭവിക്കുന്നത്. ആമിന എന്ന ആ ഒരു ഉമ്മ സ്വന്തം മോളുടെ വീട്ടിൽ വിരുന്നിന് പോവുകയും ഭക്ഷണമെല്ലാം കഴിച്ചതിന് ശേഷം തിരിച്ചു വരാനായിട്ട് സ്വന്തം മരുമോന്റെ കൂടെയാണ് തിരിച്ചു വരുന്നത്. വീട്ടിലെ തിരക്കുകളും മറ്റുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മരുമോൻ ആ ഉമ്മയെ ഗേറ്റിന്റെ മുമ്പിൽ കൊണ്ടാക്കുകയും തിരിച്ചു മടങ്ങുകയും ചെയ്തു. എന്നാൽ വിധി വന്നത് അവരാരും ചിന്തിക്കാത്ത നിലയിലായിരുന്നു. അതായത് ആ ഗേറ്റ് തുറന്ന് അടച്ചതിന് ശേഷം ആ ഉമ്മ സ്വന്തം വീട്ടിലെ പടിയിൽ കാൽ പോലും എടുത്തു വെക്കാൻ സമയം കിട്ടിയിട്ടില്ല. അതിനു മുമ്പായിട്ട് തന്നെ ആ ഉമ്മാക്ക് ശരീരമാകെ തളർന്നുകൊണ്ട് വന്ന് വീഴുകയും ചെയ്തു. എന്നാൽ ഈ ഒരു കാര്യം ആ ഉമ്മയുടെ മേൽ സംഭവിച്ചത് ആ പോയ മരുമോനോ നാട്ടുകാരോ വീട്ടുകാരോ കുടുംബക്കാരോ പോലും ആരും അറിഞ്ഞിരുന്നില്ല. ഉമ്മ കേറാൻ പോയ വീട്ടിൽ പോലും ആ ഉമ്മയല്ലാതെ ആ ഒരു ടൈമിൽ മറ്റാരുമില്ലായിരുന്നു. നമുക്കറിയാം അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് എല്ലാത്തിലും ഒരു കണക്ക് കൂട്ടലുണ്ട്. കാരണം ആ ഒരു സമയത്ത് ആ ഒരു സിറ്റുവേഷനിലാണ് ഒരു തെരുവ് നായ ആ ഒരു വീട്ടിലേക്ക് കയറി വരുന്നത് പോലും. ഉടൻ തന്നെ കയറി വന്നിട്ട് കിടന്ന് ഒരുപാട് കുരയ്ക്കുകയും കുരയ്ക്കുന്ന ശബ്ദം കേട്ടതോടുകൂടി നാട്ടുകാരെല്ലാം ഒരുമിച്ച് കൂടുകയും ആ വീട്ടിലേക്ക് കയറി വരികയും ചെയ്തു. അവരെല്ലാം നോക്കിയപ്പം ആമിന എന്ന ഉമ്മ താരയിൽ കിടക്കുന്നതായിട്ടാണ് കാണാനിടയായത്. ഉടൻ തന്നെ ആ ഉമ്മയെ എടുത്തുകൊണ്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയെങ്കിലും അതിനു മുമ്പായിട്ട് തന്നെ ആ ഉമ്മ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ ഉമ്മയുടെ വളർത്തു നായ ഒന്നും അല്ലായിരുന്നു അതൊരു തെരുവിലെ നായയായിരുന്നു. പക്ഷെ ആ നന്ദി കാണിക്കാനുള്ള കാരണം എന്നത് ഈ ഉമ്മ ഒരു നേരം ആ നായക്ക് ഭക്ഷണം കൊടുത്തിരുന്നു എന്നതാണ്. ശേഷം സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഈ ഒരു വാർത്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട രംഗമെന്നത്. ആ ഉമ്മയെ കൊണ്ട് മയ്യത്ത് നിസ്കരിക്കുകയും മറ്റുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ആ ഉമ്മയെ ഖബർ അടക്കാൻ കൊണ്ടുപോകുന്നത് വരെ ആ നായ ആ കുടുംബക്കാരോടൊപ്പം അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഖബർ അടക്കിയതിന് ശേഷം ആ ഖബറിന്റെ മേലുള്ള ദുആകളും മറ്റുമുള്ള എല്ലാം കഴിഞ്ഞ് ആ കുടുംബക്കാരെല്ലാം പരിപൂർണമായും അവിടെ നിന്ന് പോകുന്നത് വരെ ആ നായ ആ ഖബറിന്റെ അരികിൽ തന്നെ ചുറ്റിപ്പറ്റി നിന്നതായി അവിടെയുള്ള ആളുകൾക്കെല്ലാം കാണാൻ. പിന്നീടുള്ള ഓരോ ദിവസങ്ങളിലും ആ ഉമ്മയുടെ മക്കളും മരുമക്കളും ചെറുമക്കളെല്ലാം ആ ഉമ്മയെ വന്ന് സന്ദർശിക്കുമ്പോൾ ആ സിയാറത്ത് ചെയ്യുമ്പോഴെല്ലാം ആ നായ അവരോടൊപ്പം നേരെ ആ ഖബറിന്റെ അടുക്കെ വന്ന് നിൽക്കുകയുണ്ടായിരുന്നു. ഈ നായയുടെ ഈ പ്രവൃത്തി കണ്ടുകൊണ്ട് നാട്ടുകാരും ആ കുടുംബക്കാരെല്ലാം അത്ഭുതപ്പെടുകയും അങ്ങനെയാണ് ആ നായയുടെ ആ പ്രവൃത്തി അവർ വീഡിയോയും ഫോട്ടോയും എടുത്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചതുപോലും. മയക്കുമരുന്നിന്റെയും ലഹരിയുടെയും മറ്റുള്ള എല്ലാ കാര്യങ്ങളിലും പിന്നാലെ പോയി ഓരോ കാര്യങ്ങളും കാണിച്ചു കൂട്ടുന്ന ഈ ഒരു കാലഘട്ടത്താണല്ലോ നമ്മൾ എല്ലാവരും ജീവിക്കുന്നത്. ആ നായയുടെ ആ ഒരു പ്രവൃത്തിയാണ് നമുക്കെല്ലാം ഒരു വലിയൊരു പാഠമാക്കി തരുന്നത് പോലും. കാരണം നായ എന്നത് നല്ലൊരു നന്ദിയുള്ള ജീവി തന്നെയാണ്. എന്നാൽ ഇസ്ലാമിനെതിരായിട്ടുള്ള ഓരോ ആളുകളും വേദികളിലും മറ്റുള്ള സോഷ്യൽ മീഡിയയിലെല്ലാം വന്നുകൊണ്ട് പറയാറുണ്ട് ഇസ്ലാമിനെയും നായയെയും കൊണ്ട് വിമർശിച്ചുകൊണ്ട്. എന്നാൽ ഇസ്ലാം എന്നത് നായയെ ഒരു ഹറാമാക്കിയിട്ടില്ല. നായ ഒരിക്കലും ഇസ്ലാം ഹറാമാക്കിയിട്ടില്ല. നായയെ നിഷിദ്ധമാക്കിയിട്ടുള്ളതേ ഉള്ളൂ. കാരണം മുസ്ലിമീങ്ങൾക്ക് നായയുടെ മാംസം ഭക്ഷിക്കാൻ കഴിയുകയില്ല. അങ്ങനെ ഒരു നിഷിദ്ധം മാത്രമാണ് ഇസ്ലാം കൊണ്ടുവന്നിട്ടുള്ളൂ. മറിച്ച് നായ ഒരിക്കലും ഇസ്ലാമിൽ ഹറാമല്ല. നമുക്ക് എല്ലാവർക്കും അറിയാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഏറ്റവും മോശമായ ഒരു സ്ത്രീ, ആ സ്ത്രീ ഒരു പട്ടിക്ക് വെള്ളം കൊടുത്തതിന്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സ്ത്രീക്ക് സ്വർഗം കൊടുക്കുകയും എപ്പോഴും ഇബാദത്തിലായിരുന്ന ഒരു സ്ത്രീ പൂച്ചയെ കെട്ടിയിട്ട് ഭക്ഷണം കൊടുക്കാതെ കൊന്നതിന് ആ സ്ത്രീക്ക് നരകം കൊടുക്കുകയും ഉണ്ടായി എന്നൊരു കാര്യം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് എല്ലാ കാര്യങ്ങളിലും ഒരു കണക്ക് കൂട്ടൽ തീർച്ചയായും ഉണ്ട്. അതുകൊണ്ട് തന്നെയാണല്ലോ ഈ തരത്തിലുള്ള മോശമായ എല്ലാ കാര്യങ്ങളും ഈ ഒരു കാലഘട്ടത്തിൽ സംഭവിക്കുമ്പോഴും ഇത്തരത്തിലുള്ള ഓരോ നല്ല കാര്യങ്ങൾ അല്ലാഹു തആല നിർണയിച്ച് നമുക്ക് മുന്നിൽ കൊണ്ട് എത്തിച്ചു തരുന്നത് പോലും. കാരണം വെറും അത് കണ്ടു കളയാൻ മാത്രമല്ല, അതിൽ നിന്നെല്ലാം യഥാർത്ഥ വാസ്തവമായ ഓരോ പാഠങ്ങൾ നമുക്കെല്ലാം പഠിക്കാനായിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലാക്കാനും അതുപോലെ ഒരുപാട് അമലുകൾ ചെയ്യാനുള്ള തൗഫീക്ക് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ.